നമ്മളെ കേരളത്തിന് ഒരു സംസ്കാരം ഉണ്ടായിരുന്നു. മറ്റുള്ള സംസ്ഥാനത്തിനൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ വലിയ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വർഗീയതയുടെ പേരിൽ ആരെയും തരംതിരിക്കലോ അല്ലെങ്കിൽ വേർതിരിവോ ഇല്ലായിരുന്നു നമ്മുടെ സംസ്ഥാനത്ത്. പക്ഷേ അവസ്ഥകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. വളരെ കൃത്യമായി നമുക്ക് ഓരോ സംഭവവികാസങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു വിലയിരുത്തൽ നമ്മുടെ സുജിത് ഭക്ത് ഇതിനെക്കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട്. എല്ലാ കാര്യത്തിലും നമ്മൾ ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്. നമ്മൾ ഭയങ്കര സംസ്കാരവും സിവിക് സെൻസും ഉള്ള ആൾക്കാരാണ്. പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്കിനും ഇതൊക്കെ എവിടെ പോകുന്നു എന്നാണ് ശരിക്കും എനിക്ക് ചോദിക്കാനുള്ളത്. ഭയങ്കര വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വാർത്തകളിലും മറ്റുമൊക്കെ കാണുന്നത്. ഞാൻ പറഞ്ഞാല് എനിക്ക് ഭയങ്കര വിഷമവും അതേപോലെ തന്നെ പല കാര്യങ്ങളും ഉണ്ട്. മനസ്സിലായില്ലേ? സിമ്പിളായിട്ട് ചോദിക്കാം. ഇപ്പോൾ ഹിജാബ് ഇട്ടിട്ട് വരിക എന്ന് പറയുന്നത് ആ കുട്ടിയുടെ ഒരു മൗലിക അവകാശമല്ലേ? അവർ വിശ്വസിക്കുന്ന മതം അതിനനുവദിക്കുന്നുണ്ടെങ്കിൽ അല്ല മതം അത് പറയുന്നുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള അവകാശം അവർക്കില്ലേ? അപ്പോൾ സിഖുകാര് തലപ്പാവ് വെക്കുന്നതിന് ആർക്കും ഒരു പ്രശ്നമില്ലേ? സിഖ് കുട്ടികൾ സ്കൂൾ മുതൽ അവർ തലപ്പാവ് വെച്ച് നടക്കുമല്ലോ, അതിനാർക്കും ഒരു പ്രശ്നമില്ല. കേരളത്തിൽ എന്താണ് ഇതിന് മാത്രം അസഹിഷ്ണുത എന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് ഇതിനകത്തെ പ്രശ്നം? ഒരു കുട്ടി ആ കുട്ടിയുടെ വിശ്വാസപ്രകാരമുള്ള ഒരു ഹിജാബ്, ആ കുട്ടി യൂണിഫോം ധരിക്കുന്നുണ്ട്, ആ യൂണിഫോമിന് എക്സ്ട്രാ ആയിട്ട് ഹിജാബ് ധരിച്ചു വരുന്നു. അത് അവരുടെ വിശ്വാസമല്ലേ? നമ്മളെ ഈ വീഡിയോയിൽ കണ്ട സ്കൂൾ മാനേജ്മെന്റ് അവരവരുടെ വിശ്വാസപ്രകാരമുള്ള വസ്ത്രമല്ലേ അവർ ധരിച്ചിരിക്കുന്നത്, അല്ലേ? അതിനും ആർക്കും പ്രശ്നമില്ല. ഓക്കെ, അത് അടുത്ത 10 വർഷത്തിനുള്ളിൽ കേരളത്തിൽ ഒരു വർഗീയ കലാപം നടക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എനിക്ക് വലിയൊരു സാധ്യത ഞാൻ മുന്നിൽ കാണുന്നുണ്ട്. ഈ പോക്ക് പോവുകയാണെങ്കിൽ അടുത്ത 10 വർഷത്തിനുള്ളിൽ കേരളത്തിൽ ഒരു വലിയ വർഗീയ കലാപം നടക്കാൻ സാധ്യതയുണ്ട്. അതിന് ഏറ്റവും വലിയ ഉത്തരവാദികൾ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളായിരിക്കും.